Psalms 146:7. സങ്കീർത്തനം 146:7. യഹോവ ബദ്ധന്മാരെ അഴിച്ച് വിടുന്നു. God releases the prisoners. യഹോവ ബദ്ധന്മാരെ അഴിച്ചു വിടുന്നു. അത് നമ്മൾ മനസ്സുകൊണ്ട് കാണേണ്ടത് ജീവിതത്തിലെ പ്രയാസങ്ങൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട്, അടിമത്വത്തിൻ്റെ നുകം നമ്മുടെ കഴുത്തിൽ നിന്ന് മാറാത്തിടത്തോളം കാലം നമ്മൾ ബദ്ധന്മാരാണ്. നമ്മൾ ജീവിക്കേണ്ട വിധത്തിൽ ദൈവം തന്ന സ്വാതന്ത്ര്യത്തിൽ വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് നമ്മൾ മറന്നുപോയി. ഡിസ്റ്റോർട്ടഡ് ഇമേജാണ് നമ്മളെക്കുറിച്ച് നമുക്കുള്ളത്. നമ്മൾ ആരെന്നുള്ള ഉന്നത പദവി എപ്പോഴും പരിശുദ്ധാത്മാവ് എന്നെക്കൊണ്ട് ഞാനാരെ എൻ്റെ വ്യക്തിത്വം എന്തെന്ന് തന്നെ എന്നെക്കൊണ്ട് ഈ ദിവസങ്ങളിൽ പറയിപ്പിക്കുന്നത്. നമ്മൾ ആരെന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ജീവിതകാലം, ആദ്യകാലങ്ങളിൽ സ്വന്തം കഴിവിൽ യു ഹാവ് ടു ബി ഇൻഡിപെൻഡൻറ്റ് അങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നു. നീ എല്ലാം തന്നെ ചെയ്യാൻ പഠിക്കണം, തന്നെ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ പറയും ഇനി നിങ്ങൾ തന്നെത്താനെ പഠിച്ചൊന്നും കൊള്ളത്തില്ല, ഇനി ദൈവം പറഞ്ഞ പോലെ നടക്കാൻ. എന്തൊരു കോൺട്രവേഴ്സി അല്ലേ. നമ്മൾ ആ കൂടെ പറഞ്ഞു പഠിപ്പിച്ചതും ഇപ്പം ജീവിതം വന്നപ്പോൾ ഇതുകൊണ്ടൊന്നും ശരിയാകുന്നില്ല. എന്നാൽ വി നീഡ് ടു ചേഞ്ച് അവർ ടീച്ചിങ്. നമ്മളെ ആശ്രയിക്കാൻ ആളുണ്ട്. നമുക്ക് പ്രയാസം വരുമ്പോൾ ഞാനുണ്ട് കൂടെ, ദൈവം നമുക്ക് തുണയാണ്, ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. നമ്മൾ പഠിപ്പിച്ചില്ലേ ദൈവം പറഞ്ഞ് പഠിപ്പിക്കും, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കണം. നമ്മുടെ വീടുകളിലെ ചിട്ട, അതായത് ഒരു പാരമ്പര്യം എന്നതിന് പറയാം. വല്യമ്മച്ചിമാരുള്ളവരെ ബഹുമാനിക്കാൻ അടുത്ത തലമുറ പഠിക്കണം. അവർ കാണിക്കുന്ന ബഹുമാനം കൊണ്ടാണ് അടുത്ത തലമുറകൾ, അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ അത് പഠിച്ചെടുക്കുന്നത്. ഇപ്പം പ്രായമുള്ളവരെ നമുക്ക് നോക്കാൻ നേരമില്ലാത്തതിന് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് അപ്പനമ്മമാർ ബഹുമാനിച്ച് പഠിക്കുന്നതെന്ന് കാണിക്കാൻ ഒരവസരം കിട്ടുന്നില്ല. അവിടെ ഒരു ഡിസ്റ്റോർട്ടഡ് ഇമേജ് അവർക്ക് കിട്ടുന്നത്. അപ്പം പ്രശ്നം വരുമ്പോൾ അവരുടെ കാര്യം മാത്രം നേടിയെടുത്ത് പഠിപ്പിക്കുന്നതിനാൽ ജീവിതത്തിൽ അവർക്ക് പ്രയാസം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ പ്രായമുള്ള അപ്പനമ്മമാർ ദൈവത്തെ അറിയുന്ന ഒരു ഭവനത്തിലുണ്ടെങ്കിൽ, അവരെ ബഹുമാനിക്കുന്നവരാണ് നമ്മളെ എങ്കിൽ, ഏത് പ്രയാസത്തിൻ്റെ നടുക്കും അവർ ബലമായിട്ട് നിൽക്കാൻ അവരെ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് പീരിയഡാണ് ഭവനങ്ങൾ. അതെല്ലാം മാറിപ്പോകുന്നു എന്നുള്ളത് സങ്കടമാണ്. എങ്കിലും ദൈവം തമ്പുരാൻ നമ്മളോട് ഈ വാക്യം 146:7 ഇങ്ങനെയാണ് വായിക്കുന്നത്: പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു, യഹോവ ബദ്ധന്മാരെ അഴിച്ചു വിടുന്നു. ഈ 146 തുടങ്ങുമ്പോൾ എൻ മനമേ യഹോവയെ സ്തുതിക്കുക, ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ കീർത്തനം ചെയ്യും. തുടക്കം തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ സ്തുതിച്ച് നമുക്കൊരു ഉടയവനുണ്ട് എന്ന് ഭവനങ്ങളിൽ പറഞ്ഞു പഠിപ്പിക്കണം. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. കുഞ്ഞുങ്ങളൊരാവശ്യം ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം അവർക്ക് കൊടുത്ത് പഠിപ്പിക്കരുത്. വെയിറ്റ്, ആസ്ക് ദം ടു പ്രേ ഓൾസോ. അവരും പ്രാർത്ഥിച്ച് നേടട്ടെ. വേദപുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും ഒരു വാക്യം ഒരാഴ്ച കാണാതെ പഠിക്കണമെന്ന് അവരെ പഠിപ്പിച്ചെടുക്കുക. ആരെങ്കിലും നമുക്കൊരു പ്രയാസം വരുമ്പോൾ ആശ്രയിക്കാൻ ആരും ഇല്ലാത്തതിനാലാണ് പലരും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത്. സൂയിസൈഡ് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഒന്നിച്ചു പോയി ആത്മഹത്യ ചെയ്യുക, വെള്ളത്തിൽ ചാടുക, ഇതൊക്കെ കേൾക്കുമ്പോൾ അവരോടാണോ ചോദ്യം? മാതാപിതാക്കളോടല്ലേ? നമ്മൾ എന്താണ് അവരെ പഠിപ്പിച്ചത്? ഇന്നർ കോർ. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വിലയുണ്ടെന്നും അവർ വിലപ്പെട്ടതാണെന്നും ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ തളർന്നു പോകരുതേ എന്നും ഭവനങ്ങളിൽ പഠിപ്പിച്ചെടുക്കണം. കർത്താവ് വളരെ നിർബന്ധമായിട്ട് പറയുന്നു, നിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് ബന്ധനങ്ങളാണ്? ഒന്നാമത്തെ ബന്ധനം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രയാസം വരുമ്പോൾ മുൻപോട്ട് പോകാൻ അറിയത്തില്ല. ഇപ്പം നമ്മളെ പിടിച്ച് ജയിലിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നടക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തുമാത്രം ഭാരങ്ങൾ കൊണ്ടാണ് വഹിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർ നടക്കുന്ന വഴിയിൽ വീണു പോകുന്നത്? ഒരു പ്രയാസം വരുമ്പോഴേ തളർന്നു പോകുന്നത്, പെട്ടെന്ന് ഓടി സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നത്. അവർക്ക് താങ്ങാൻ ഒരാളുണ്ടെന്നുള്ള ബോധം പഠിപ്പിച്ചിട്ടില്ല. അത് കർത്താവ് പറയുന്നു വ്യക്തമായിട്ട്, ഞാനാണ് നിങ്ങളെ വിടുതലാക്കുന്നത്, വേറൊരാൾക്കൊക്കത്തില്ല. ഒരു പ്രയാസം വന്ന് നോക്കട്ടെ, അന്നേരം നമുക്കറിയാം ആരും കാണത്തില്ല സഹായിക്കാൻ. കൂടെ സഹായിക്കുന്ന വിചാരിക്കുന്നവർ പോലും അന്നേരം കാണത്തില്ല. ഒന്ന്, ചിലപ്പോൾ അവർക്കത് സാധിക്കത്തില്ല ചെയ്യാൻ, സഹായിക്കാൻ. രണ്ട്, ദൈവം പോലും അത് മാറ്റി നിർത്തും. കാരണം
ദേ ഹാവ് ടു കം ആൻഡ് സീ ഹിം. അവന് ദൈവത്തെ കാണാൻ തക്കവണ്ണം അതൊരു മുഖാന്തരമാക്കി പ്രശ്നങ്ങൾ മാറ്റും. Heaven always sends trials to match the greatness of your soul. നമ്മുടെ ഈ ഉള്ളിലെ ഈ അന്തരാത്മാവിനെ ബലപ്പെടുത്തി പഠിപ്പിക്കുന്നില്ല എങ്കിൽ ഏതൊരു പ്രശ്നം വന്നാലും നമ്മൾ വീണുപോകും. അങ്ങനെയുള്ള സാഹചര്യം ആകരുത്. എന്തുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ കൺസിസ്റ്റൻസി, അതായത് ഒരു സ്ഥിരതയുള്ള ഒരു ആത്മാവ് വേണം, നമുക്കൊരു ഉത്തരവാദിത്വമുള്ളൊരു സ്വഭാവം ഉണ്ടായിരിക്കണം, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം, ക്രിസ്തുവാകുന്ന പാറയിലായിരിക്കണം ഭവനം പണിയുന്നത്. ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന് സന്തോഷം തന്നിട്ട് പറയുന്നതാണ് ഞാൻ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നത്. ആര്? പലപ്പോഴും നമ്മൾ തന്നെയാണ് ബദ്ധരും, അറിയുന്നില്ലെന്നേ ഉള്ളൂ. എവിടെയൊക്കെ നമ്മൾ പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മളെ ചങ്ങലയിട്ട് കെട്ടി. ചിലപ്പം ചില മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൈയും കാലും കൂച്ചി കെട്ടിവെച്ചിരിക്കുകയാണ്. ചിലരുടെയൊക്കെ കയ്യിലും കാലിലും ചങ്ങലകൾ കെട്ടിവെച്ചിരിക്കുകയാണ്, പിശാച് ആധിപത്യം പറഞ്ഞു. കുടുംബങ്ങളിൽ ഡിവോഴ്സ് നടക്കുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഭാര്യയും ഭർത്താവും, ഭാര്യയ്ക്ക് ഇപ്പോൾ 60 വയസ്സ്, അവർ ഡിവോഴ്സ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴാണോ ഡിവോഴ്സ് ചെയ്യാൻ കണ്ട സമയം? ഞാനിങ്ങനെ തന്നെ ചോദിച്ചു. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു അവരോട്, നിങ്ങളുടെ മാതാപിതാക്കൾ ഡിവോഴ്സ്ഡാണ്? ഉടനെ തന്നെ അവർ പറഞ്ഞാണ്, ഞങ്ങളുടെ അപ്പനും അമ്മയും മാറി താമസിക്കുന്നത്. കറക്റ്റ് ആ ഏജിൽ അവരെത്ര വയസ്സിലാണ് ഡിവോഴ്സ് ആയത്? അവരും പ്രായം ചെന്നപ്പോഴാണ് ഡിവോഴ്സ് ആയത്. എങ്ങനെയുണ്ട്? ആ ഒരു ലീഗലായിട്ട് ആ പിശാച് ആധിപത്യം എടുത്ത് അധികാരം പറഞ്ഞ് വരുന്നതിനെ ബ്രേക്ക് ചെയ്യാൻ ആർക്കും ഒക്കുന്നില്ല. ഇതൊരു ബന്ധനമാണ്. പഠിച്ചു മിടുക്കരായിട്ട് എല്ലാം പഠിച്ചു, പക്ഷെ നമുക്കതുകൊണ്ട് പ്രയോജനമില്ല. അതൊരു ബന്ധനമാണ്. നമ്മളിപ്പോൾ റോഡ് ചിന്തിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും ഇതുപോലെ ഒത്തിരി പഠിച്ചവരുണ്ട്, എന്നിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടോ? നോക്ക്, ശ്രദ്ധിക്കണം. നമ്മൾ ഓരോന്നിലും അതിലൊരു പുറയിൽ ഒരു റിവർ അല്ലെങ്കിൽ ഒരു നദി ഒഴുകുന്നതിന് അത് ആരും അത് അടച്ചിട്ട് വേറൊരു പുതിയ വഴി തുറന്നിട്ടില്ല. അപ്പോൾ കർത്താവ് തന്നെ പറയുകയാണ്, നീ ബന്ധനസ്ഥനാണെന്ന് നീ അറിയുന്നു. നമ്മുടെ മക്കൾ ബന്ധനസ്ഥരല്ലേ? നമ്മളിലുള്ള ബലഹീന നന്മ സ്വഭാവങ്ങൾ ഇതുപോലെ പാസ് ചെയ്യും. പക്ഷെ 10 നന്മയുണ്ടെങ്കിലും ഒരു തിന്മ ഈ നന്മയെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഒരു ഡോക്ടർ ആശുപത്രിയിൽ എല്ലാ കാലത്തും നന്നായിട്ട് ജോലി ചെയ്തു. ഒരു ദിവസം ബലഹീനതയിൽ കൈപ്പിഴ വന്നിട്ട് ഒരു പേഷ്യൻ്റ് മരിച്ചെന്നിരിക്കട്ടെ, തീർന്നില്ലേ? സംഭവിക്കുന്നുണ്ട്. പക്ഷെ ദൈവകൃപയിൽ നിർത്തുമ്പോൾ നമ്മൾ ആ വ്യത്യാസം കാണും. അത് കർത്താവ് തന്നെ അത് പരിഹരിച്ചു തരുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ബന്ധനസ്ഥണ്ട്. ഏതൊരു ജോലിയിലും ഏതൊരു പ്രവൃത്തിയിലും ദിനംപ്രതി പ്രശ്നങ്ങൾ നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, ഞാനാണ് നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചത്. ഒരു ഡെലിവറൻസാണ് ഇവിടെ പറയുന്നത്. ചില വചനങ്ങൾ നമ്മളോട് ദൈവം ഇങ്ങോട്ട് സംസാരിക്കും. ഇത് പറഞ്ഞ അങ്ങനെയുള്ളൊരു വാക്യമാണിത്. ഞാൻ നിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു. അതിന് മുമ്പിൽ പറയുന്നത് എന്ത്? യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അപ്പം നമുക്കൊരു പ്രത്യാശ ഉണ്ടോയെന്നാണ് ചോദ്യം. ആകാശവും ഭൂമിയും സമുദ്രവും സകലതും ഉണ്ടാക്കി അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കി 8-ാം സങ്കീർത്തനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ ഭൂമിയും ഭൂതലത്തിലുള്ള സകലതും അവൻ്റെ കൈകൾ കൊണ്ട് പണിതതാണ്. 1-ാം അധ്യായം ഉൽപ്പത്തിയിൽ അങ്ങനെ തന്നെ പറയുന്നത്. ഭൂമിയും ഭൂതലും അവനാണ് ഉണ്ടാക്കിയത്. ഇത് നമുക്കറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ചിലരൊക്കെ വേറെ ബൈബിളുണ്ട്, മറ്റ് ബുക്കുകളുണ്ട്. ഈ ഉള്ളത് പഠിച്ചിട്ട് ഇത് വിശുദ്ധിയായിട്ട് ജീവിക്കാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാതെ അവിടെ ഇവിടെ നോക്കി നടന്നിട്ട് എന്ത് ചെയ്യാനാണ്? ദൈവം നമ്മളോട് ദിനംപ്രതി സംസാരിക്കേണ്ടതും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു വാക്യം, ഒറ്റ വാക്യമാണ് എടുക്കുന്നത്. കർത്താവ് പറയുന്നത്, ഞാൻ യഹോവയാകുന്നു, അവൻ എന്നേക്കും വിശ്വസ്തത കാണിക്കുന്നു, പീഡിതന്മാർക്കൊരു ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ സഹായം നൽകുന്നു, യഹോവ ബദ്ധന്മാരെ അഴിച്ചു വിടുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. അപ്പം നമുക്കിവിടെ നിർത്താം. ദൈവമേ, കുഞ്ഞുങ്ങൾ ബദ്ധരായിട്ട് ജീവിക്കുന്നത്, നമ്മൾ ചില ഏരിയയിൽ ബദ്ധരായിട്ട് നടക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് വെളിപ്പെടുത്തി തന്ന്, തലമുറകളുടെ മുമ്പിൽ കൂടെ വന്ന ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ക്രൂശിന്മേൽ അത് ജയമെടുത്തത് എൻ്റേതും കൂടെ ആയി മാറാൻ തക്കവണ്ണം ഞാനത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണം? ഒരു വചനം ദൈവം ഇങ്ങോട്ട് തരുന്നെങ്കിൽ ആ ഒരു വചനത്തെ പിടിക്കും. ആ ഒരു വചനം തന്നാണ് ഞാൻ ബദ്ധന്മാരെ അഴിച്ചു വിടുന്നത്. പലപ്പോഴും അമ്മമാർക്കാണെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും തരുന്നത് ആ ഒരൊറ്റ വചനം. കർത്താവേ, നീ പറഞ്ഞു
ബന്ധനത്തിലിരിക്കുന്ന മക്കളെ വിട്ടുപിക്കുന്നവൻ, നിൻ്റെ ഭർത്താവാണെങ്കിൽ അവനെ വിട്ടുപിക്കുന്നവൻ നീയാണെന്ന ഒരൊറ്റ വാക്യം. എന്തിനാ 2 വാക്യം? നമ്മളിപ്പോൾ കോടതി ചെന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഓർഡർ കിട്ടിയാൽ ആ ഒറ്റ ഓർഡർ മതി. പിന്നെ അവിടെ ഇവിടെ ഓടാടി നടക്കണ്ട. ദൈവത്തിൽ നിന്ന് ഒരു വാക്യം കിട്ടിയാൽ ആ ഒരു വാക്യത്തിൽ ഉറച്ചു നിന്ന് അത് പ്രാപിച്ചെടുക്കണം. അത് എങ്ങനെയാണ്? ഈ വാക്യം എടുത്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്. എങ്ങനെയാണ്? ദൈവം ഒരു വാക്യം തന്നാണ്, ഞാൻ ബദ്ധന്മാരെ അഴിച്ചു വിടുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. നമുക്കിങ്ങനെ പറയാമല്ലോ, കർത്താവേ നീ വാഗ്ദത്തം തന്നിരിക്കുകയാണ്, ബന്ധനസ്ഥിലിരിക്കുന്ന നമ്മളെയും നമ്മുടെ ഭർത്താക്കന്മാരെ അല്ലെ മക്കൾ, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് അതിനെ നീ അഴിച്ചു വിടുന്നെന്ന് എനിക്ക് വാഗ്ദത്തം തന്നു. ഈ ഒരു വാക്യം ഞാൻ എനിക്കിന്ന് തന്ന കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനമായിട്ട്, അല്ലെങ്കിൽ കർത്താവ് തന്ന റീമ വേർഡായിട്ട് ഞാനത് ഏറ്റെടുക്കുകയാണ്. റീമ വേർഡ് എന്ന് പറയുമ്പം ഈ ലോഗോസ്, ഈ പറയുന്ന സകല വേർഡുകൾക്കും ലോഗോസ് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഒരു വേർഡ് എനിക്കിന്ന് ജീവനായിട്ട് വന്ന് നിൽക്കുന്ന വെളിച്ചം ഞാനത് എൻ്റേതാക്കി എടുത്തിട്ട് വീണ്ടും വീണ്ടും ഞാൻ പറയും, കർത്താവ് പ്രാണപ്രിയനായ യേശുവേ നീയാണ് എന്നോട് ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു, ഞാനതിൽ പ്രാപിച്ചെടുക്കുന്നിടം വരെ നിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ഇരിക്കാമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരിക്കാൻ ഒക്കത്തില്ല, പക്ഷെ നമുക്ക് ആ വാക്യം പറഞ്ഞുകൊണ്ടേയിരിക്കാം. ദൈവമേ നീ ഞങ്ങളെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടുന്നെന്ന്, എൻ്റെ കുരുട്ട് കണ്ണുകളെ തുറപ്പിച്ചിരിക്കുന്നെന്ന് വാഗ്ദത്തം ചെന്നിരിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ചെന്ന് വീഴുന്നു. ആരുടെ ആവശ്യത്തിന് എന്താ ആവശ്യത്തിന് വെച്ചാൽ പ്രാർത്ഥിച്ചു കേട്. കർത്താവെ രോഗിക്ക് സൗഖ്യം നീ അയക്കുന്നെന്ന് പറഞ്ഞാൽ ഞാനത് കർത്താവെ അവനെ രോഗം മൂലമാണ് ബന്ധിച്ചിരിക്കുന്നതെങ്കിൽ, അല്ല പിശാചുബാധയാണ്, അല്ലെങ്കിൽ കാഴ്ചയില്ലായ്മയാണ്, അല്ലെങ്കിൽ പഠിത്തമില്ലായ്മ, അല്ലെങ്കിൽ ബുദ്ധിഹീനതയാണ്, ഏത് വേണമെങ്കിലും പറയുവീൻ. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. നീതിമാൻ എന്ന് പറയുമ്പം കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തിയും പൂർണ്ണത നിറഞ്ഞവരല്ല. നീതിമാൻ ഇറ്റ് ഈസ് ഇംപ്യൂട്ടഡ് ടു അസ്, അതായത് ദൈവത്തിൻ്റെ നീതി എനിക്ക്, അവൻ്റെ നീതി വസ്ത്രം ക്രിസ്തുവിൽ എനിക്ക് തന്നിരിക്കുകയാണ്. ആ ഒരു ഉറപ്പിലാണ് ഞാൻ കടന്നു വരുന്നത്. അതാ പറയുന്നത് കടന്നുവാ. അതാ പറയുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സങ്കീർത്തനം നമ്മളെ കൊണ്ട് പഠിപ്പിച്ച് 95, 61, 30 കടന്നു വരുവീൻ, കടന്നു വാ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ വിളിക്കുകയാണ് നമ്മളെ. ആ കടന്നു ചെല്ലാനുള്ള പ്രാഗൽഭ്യം എനിക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവി എനിക്ക് പുതിയ നിയമത്തിൽ കിട്ടിയത് കൊണ്ടാണ്. ആ ഒരു പുത്രത്വത്തിലേക്ക് കടന്നു വാ. ദൈവം നമ്മളെ ഇന്ന് വിടുവിച്ചിരിക്കുക. അനേക കുടുംബങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, വിഷമത്തിലിരിക്കുന്നവർക്ക് ഈ വാക്യമെടുത്ത് പ്രാർത്ഥിക്കുക. ഒരാഴ്ച വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വിടുതലയച്ചിരിക്കുന്നു, പ്രാപിച്ചെടുക്കുക. കുരുട്ട് കണ്ണുകളെ തുറപ്പിച്ചിരിക്കുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ദൈവം ഉയർത്തിയിരിക്കുന്നു. ഈ ഒരു ദൂത് നമ്മുടേതായിട്ട് പ്രാപിച്ചെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്ന രാജസിംഹാസനത്തിൽ നിന്ന് വരുന്ന ഒരു വാക്യം, അതിൻ്റെ മഹത്വത്തോടെ പ്രവർത്തിക്കാൻ ഞങ്ങളത് ഏറ്റെടുത്ത് ഉരുവിടുമ്പം ഞങ്ങളുടേതാക്കി മാറ്റിത്തരുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. അത് നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഉന്നതനും അത്യുന്നതനും മഹോന്നതനുമായ ദൈവത്തിൻ്റെ വിശുദ്ധി ഞങ്ങളിൽ പടരട്ടെ. കർത്താവിൻ്റെ മഹത്വം നീ വേറൊരാൾക്ക് കൊടുക്കത്തില്ല. ഞങ്ങളുടെ ഹൃദയം കർത്താവ് നിന്നിൽ ഏകാഗ്രചിത്തരായിട്ടിരിക്കുവാൻ തക്കവണ്ണം നിന്നിൽ ശ്രദ്ധയോടുകൂടി ഞങ്ങൾ നിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്യമാണ് ഇതെൻ്റെ ജീവൻ്റെ വാക്യമാണെന്ന് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം പുതിയൊരു കാഴ്ചപ്പാടുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തേക്ക് ഈ ഒരു വാക്യം മതി കർത്താവെ. ബന്ധനത്തിലിരിക്കുന്നവരെ അഴിച്ചു വിട്ടിരിക്കുന്നു കർത്താവെ. കുരുട്ട് കണ്ണുകളെ നീ തുറപ്പിച്ചിരിക്കുന്നു കർത്താവെ. ഞങ്ങൾ കൂനി നടക്കുന്നവരെ നിവർത്തി നടത്തുന്നു. ഇതൊക്കെ നിൻ്റെ വിശ്വസ്തതയാണ്. ഞങ്ങളിത് കാണുന്നു കർത്താവെ, ഞങ്ങളുടെ മനസ്സുകൊണ്ട് കാണുന്നു കർത്താവെ. ഞങ്ങൾ നിവർന്ന് നടക്കുന്നു. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, മക്കളെ, മരുമക്കളെ ഞങ്ങൾ പ്രാർത്ഥനാ വിഷയത്തിൽ കൂനിയിരിക്കുന്നവർ നിവർന്ന് നടന്നു. അവരുടെ ബന്ധനം, അവരുടെ ചെയിനുകൾ, അവരുടെ കയ്യിലും കാലിലുമുള്ള ആ വലിയ ചങ്ങലകൾ നീ പൊട്ടിച്ചു മാറ്റുന്നതിന് നന്ദിയോടെ സ്തോത്രം കർത്താവേ. എത്രയോ പേരാണ് മാനസികമായിട്ട് പുതിയൊരു വഴി മുമ്പിലില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് നിൻ്റെ ജീവപ്രകാശം കടന്നു ചെല്ലാൻ തക്കവണ്ണം വെളിച്ചം കടന്നു വല്ലട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തിന് നന്ദി. വെളിച്ചം ഇരുട്ടിനെക്കാട്ടിലും ശക്തിയുള്ളതാണ്. അത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.